ദയനീയമാണ്. ഈ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ആളുകൾ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇവിടെ വരെയുള്ള ഫ്ലൈറ്റിൽ അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി വിവരിക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ കയ്യും കാലും കെട്ടി ഫ്ലൈറ്റിലിരുത്തി എന്നുള്ളത് മാത്രമല്ല, ടോയ്ലറ്റിൽ പോകാൻ കെഞ്ചിക്കേൺ അപേക്ഷിച്ചിട്ടും തയ്യാറായില്ല. പിന്നീട് വിട്ടപ്പോൾ അവർക്ക് ഇഴയേണ്ടി വന്നു ടോയ്ലറ്റ് വരെ. അപ്പോൾ പോലും വിലങ്ങൊന്നും അഴിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരോട് ഇങ്ങനെയൊക്കെ മതി എന്ന് അമേരിക്ക തീരുമാനിക്കുമ്പോൾ ഓംബ്ര എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണോ ഇന്ത്യ വേണ്ടത്? ഒരു കാര്യമുണ്ട് അഭിലാഷേ, സംഭവം ശരിയാണ്. സംഭവം കേൾക്കുമ്പോൾ കഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവർ ആരാണ്? ഇവർ ഇവിടെ നിന്ന് ഈ രാജ്യമേ വേണ്ട എന്ന് പറഞ്ഞ് ഏതൊക്കെയോ കള്ളന്മാർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഏതൊക്കെയോ വഴികളിലൂടെ 2-3 രാജ്യങ്ങളിലൂടെയൊക്കെ കയറി എത്രയോ കിലോമീറ്ററുകൾ കാട്ടിലൂടെയും മേട്ടിലൂടെയും ഒക്കെ നടന്ന് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ആ പോകുന്ന പോക്കി പലരും മരിച്ച് അങ്ങനെ പോയി ഇവിടെ മറ്റൊരു രാജ്യത്തെ നിന്ന് അനധികൃതമായി നുഴഞ്ഞു കയറി അവിടെ ചെന്ന് അവരുടെ തടവിൽ കിടന്ന അവരുടെ ദൃഷ്ടിയിലെ കുറ്റവാളികളാണവർ ആ രാജ്യത്തെ. അല്ലാതെ ഇവിടെ നിന്ന് ടിക്കറ്റും വിസയും ഒക്കെ എടുത്ത് എല്ലാ നിയമ പരിരക്ഷകളോടും കൂടി അങ്ങനെ പോയവരല്ല ഇവർ. വഞ്ചിക്കപ്പെട്ടവരാണ് വേണ്ട, വഞ്ചിക്കപ്പെട്ടവരാണ് അധികം. അവര് തന്നെ പറയുന്നുണ്ടല്ലോ, വിസ ഏജന്റിന് 45-50 ലക്ഷം രൂപ കിടപ്പാടം പണയം വെച്ച്, കെട്ടുതാലി പണയം വെച്ച് 40-50 ലക്ഷം രൂപ ഉണ്ടാക്കി ഈ പറഞ്ഞ ഏജന്റിന് കൊടുത്ത് കബളിപ്പിക്കപ്പെട്ട ആളുകളാണ്. നമ്മുടെ നാട്ടുകാരാണല്ലോ, ഇന്ത്യക്കാരാണല്ലോ. അത് താങ്കൾ സമ്മതിക്കുമല്ലോ. ശരിയാണ്, അനധികൃത കുടിയേറ്റക്കാരാണ്, ഇന്ത്യക്കാരാണല്ലോ. അവരെ നാട്ടിലേക്ക് അയച്ചോട്ടെ. ഇങ്ങനെയാണോ അയക്കേണ്ടത്? അവർക്ക് മനുഷ്യത്വം അർഹിക്കുന്നില്ല എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അല്ല, പറയുന്ന കേൾക്കൂ. പറയുന്ന മനുഷ്യത്വം അല്ല കഴിഞ്ഞല്ലേ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവർ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ കബളിപ്പിക്കപ്പെട്ടു? നിങ്ങൾ 50 ലക്ഷം രൂപ തരൂ, നിങ്ങളെ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അത് നിയമത്തിൻ്റെ വഴിയിൽ കൂടെ നിയമപരമായിട്ട് പോകുന്നു എന്നാണോ അർത്ഥം? അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കറിയാം. ഈ 50 ലക്ഷമൊക്കെ എടുത്ത് കൊടുക്കുമ്പം ഇവർക്കറിയാം ഇത് നിയമപരമായിട്ടല്ല, അനധികൃതമാണ്, നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് എന്താ. ശ്രീ ഷാബു പ്രസാദ്, അവർ ഓരോരുത്തരും അവരുടെ കഥ പറയട്ടെ അഭിലാഷേ. ഈ രാജ്യത്ത് രണ്ട് മക്കളെ പോറ്റാൻ വേറെ വഴിയില്ലാതായപ്പോ ഞാൻ കടം വാങ്ങിച്ച് ഉള്ള പൈസയൊക്കെ വിസ ഏജന്റിന് കൊടുത്ത് വിസ വാങ്ങിച്ച് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിലല്ലേ, രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ അവിടെ പോയി പെട്ടുപോയി. അനധികൃത കുടിയേറ്റക്കാരനാണ്, സമ്മതിച്ചു. അവനെ തിരിച്ചയക്കുമ്പോ ഇങ്ങനെ അയക്കണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇങ്ങനെ വിലങ്ങണിയിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും ആ വിലങ്ങൊന്നും അഴിച്ചു കൊടുക്കാതെ ഇങ്ങനെ നാണം കെടുത്തമായിരുന്നോ ഇന്ത്യക്കാരെ എന്നുള്ളതാണ് ചോദ്യം. അല്ല ഇന്ത്യക്കാരെ അല്ല നാണം കെടുത്തിയത്, ഈ പറയുന്നവരാണ് ഇന്ത്യക്കാരെ നാണം കെടുത്തിയത്. 50 ലക്ഷം എടുത്തു കൊടുത്താൽ 50 ലക്ഷം എടുത്തു കൊടുക്കാൻ കഴിവുള്ളവന് കടം മേടിച്ചിട്ടാ എങ്ങനെ ആയിക്കോട്ടെ, അവൻ ഈ നാട്ടിൽ ജീവിക്കാൻ വകയില്ല എന്നൊന്നും പറയരുത്. 50 ലക്ഷം രൂപ എന്ന് പറയുന്ന ചെറിയ പൈസയാണോ? എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെടാൻ കടം വാങ്ങിച്ചും സ്ഥലം വിറ്റും സ്വർണം പണയം വെച്ചും ഒക്കെ ഒന്ന് കരപിടിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോകാൻ ശ്രമിച്ചതാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ ചെന്ന് പെട്ടതാണ്. ഇന്ത്യക്കാരാണല്ലോ, നമ്മുടെ നാട്ടുകാരാണല്ലോ. ശരി, അനധികൃത കുടിയേറ്റക്കാരെ പ്രധാനമന്ത്രിയുടെ ഫ്രണ്ട് തിരിച്ചയക്കുന്നു, ഓക്കെ. അവർക്ക് കേവല മനുഷ്യത്വം പോലും അനുവദിക്കാൻ പാടില്ല എന്നുണ്ടോ? അവരെ വിമാനത്തിൽ കെട്ടിയിടണോ? 50 ലക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് ആ സെപ്റ്റംബർ 11 ശേഷം ഇതേപോലെ അമേരിക്കയിൽ നുഴഞ്ഞു കയറി വന്നവരാണ് അവിടെ ആ ട്വിൻ ടവറൊക്കെ തകർത്തത്. അവിടെ ഭീകരപ്രവർത്തനം, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ അങ്ങനെയുള്ളവരെ ആ രീതിയിലേ കാണുകയുള്ളൂ. അമേരിക്കയിൽ പോയി അവർ നമ്മൾ ഇന്ത്യക്കാരൊക്കെ അവിടെ പോയിട്ട് ഭീകരപ്രവർത്തനം നടത്താം. ഇന്ത്യൻ പൗരന്മാരെന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. ഇന്ത്യൻ പൗരന്മാരെന്നുള്ളതല്ല പ്രശ്നം. നിയമവിരുദ്ധമായി അവിടേക്ക് നുഴഞ്ഞു കയറി വന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. അതേസമയം ഈ പറഞ്ഞ പോലെ ടിക്കറ്റും വിസയും ഒക്കെ എടുത്ത് നിയമപരമായി അവിടെ ചെല്ലുന്ന ഒരു ഇന്ത്യക്കാരനോടാണ് ഈ രീതിയിൽ പെരുമാറുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റും. അതേസമയം
കുറ്റവാളികളോട് അവരെങ്ങനെ ചെയ്യണമെന്നുള്ളത് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചാണ്. നിങ്ങൾ ഓർമ്മയുണ്ടാവും, ഇപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ദേവയാനി ഖോബ്രഗഡയുടെ കാര്യം. അവർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ള ലേഡിയാണ്, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ള സ്ത്രീയാണ് അവർ. ആ സ്ത്രീയെ അവരുടെ കുറ്റം എന്തായിരുന്നു? അവരുടെ വീട്ടിലെ വേലക്കാരിയോട് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു അവരുടെ കുറ്റം. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഫിംഗർ ടെസ്റ്റ് തന്നെ നടത്തി. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഫിംഗർ ടെസ്റ്റ് എന്താണെന്നുള്ളത് ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, അത് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ഒടുവിൽ ആ ഡിപ്ലോമാറ്റിക് പരിരക്ഷ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരെ അവിടുന്ന് കൊണ്ടുവരാൻ സാധിച്ചത്. ആ രാജ്യം അങ്ങനെയാണെന്നേ. കുറ്റവാളികൾ, ആ രാജ്യം അങ്ങനെയാണ്. കുറ്റം ഇന്ത്യക്കാരോട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ളതാണോ? അന്ന് ദേവയാനി ഖോബ്രഗഡയെ ഇതുപോലെ ആക്ഷേപിച്ചപ്പോൾ, അപമാനിച്ചപ്പോൾ അവിടെ വളരെ ശക്തമായ പ്രൊട്ടസ്റ്റ് ഉയർത്താൻ, വളരെ ശക്തമായി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷന് കഴിഞ്ഞു. US ഡെലിഗേഷൻ വന്നപ്പോ, US ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നപ്പോ അന്ന് ആ ഡെലിഗേഷനെ മീറ്റ് ചെയ്യാൻ പോലും രാഹുൽ ഗാന്ധിയും അന്നത്തെ സ്പീക്കർ മീരാ കുമാറും അടക്കമുള്ള ആളുകൾ, സുശീൽ കുമാർ ഷിൻഡെയും അടക്കമുള്ള ആളുകൾ സന്നദ്ധരായില്ല. അമേരിക്കയുടെ എന്തും ഇങ്ങോട്ട് വേണ്ട, എന്തും ഇങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ മീറ്റ് ചെയ്യില്ല എന്ന് പറയാനുള്ള നട്ടല്ല അത്രയുമെങ്കിലും ആ സർക്കാരിനുണ്ടായിരുന്നു. ഇതിപ്പോ കുറ്റവാളികളെയല്ലേ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നാണ് ഈ സർക്കാർ പറയുന്നത്. അവർ ഡിപ്ലോമാറ്റ്, അതിൻ്റെ അകത്ത് ഇന്ത്യക്കൊരു സേ ഉണ്ട്. കാര്യം അവർ ഡിപ്ലോമാറ്റാണ്, അവർ ഡിപ്ലോമാറ്റിക് പരിരക്ഷയുള്ളവരാണ്, ആ ഇമ്മ്യൂണിറ്റി ഉള്ളവരാണ്. അങ്ങനെ നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയുമുള്ള ഒരു ലേഡിയാണ് ആയിരുന്നു ദേവയാനി ഖോബ്രഗഡെ. അതുകൊണ്ട് നമുക്കതൊക്കെ ചെയ്യാൻ കഴിയും.